നിലപാട് കടുപ്പിക്കുകയാണ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രിയായില്ല എങ്കിൽ മറ്റൊരു സ്ഥാനവും തനിക്ക് വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം എന്ന വാർത്ത കൂടി വരികയാണ്. സുനിൽ ഐസക്കിലേക്കാണ്. സുനിൽ, കടുംപിടുത്തം തുടരുകയാണോ വി.ഡി. സതീശൻ? ദിവ്യ, ഈ നിലപാട് വി.ഡി. സതീശൻ നേരത്തെ തന്നെ എടുത്താണ്. അതായത് അദ്ദേഹവുമായി ഏതാണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ അദ്ദേഹവുമായി വളരെ ബന്ധപ്പെട്ട അദ്ദേഹത്തെ വിശ്വസ്തരായ ആളുകളുമായി സംസാരിക്കുമ്പോൾ അന്ന് തന്നെ ഇത്തരമൊരു നിലപാടിലേക്ക് വി.ഡി. സതീശൻ മാറിയിട്ടുണ്ട് എന്നായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത്. കാരണം മുഖ്യമന്ത്രി പദം അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ടീം UDF എന്ന ഒരു കൺസെപ്റ്റ്, ഈ 102 എന്ന സംഖ്യയിലേക്കുള്ള UDF-നെ കൈപിടിച്ചു കൊണ്ടുവന്ന് നടന്നത്, അതിനൊക്കെ ഒപ്പം ഈ UDF-നെ അധികാരത്തിലെത്തിച്ചില്ലെങ്കിൽ താൻ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് പറയാൻ ധൈര്യമുള്ള തൻ്റെ ഇടം കാണിച്ച ഒരൊറ്റ നേതാവേ കോൺഗ്രസിലുള്ളൂ, അത് വി.ഡി. സതീശനാണ്. അതുകൊണ്ട് ആ വി.ഡി. സതീശന് ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ഉണ്ടാവണം, അതിൻ്റെ ഫലം ഉണ്ടാവണം എന്ന നിലപാടിലാണ് വി.ഡി. സതീശനും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളും. അതുകൊണ്ടാണ് വി.ഡി. സതീശൻ ഇങ്ങനൊരു നിലപാടിലേക്ക് പോകുന്നത്. മുഖ്യമന്ത്രി പദം ഇല്ലെങ്കിലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള മറ്റു കാര്യങ്ങൾക്കൊന്നും താനില്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കില്ല. പക്ഷേ മന്ത്രിസഭയുടെ ഭാഗമായി മന്ത്രിയായിരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അത് നേരത്തെ നമ്മൾ അത് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതായത് അങ്ങനെ ഒരു കടുത്ത നിലപാടെടുത്ത് അദ്ദേഹം MLA ആയി തന്നെ തുടരാൻ ഒരു തീരുമാനത്തിലേക്ക് വന്നാൽ അത് ഹൈക്കമാൻഡിനെ വലിയ ക്രൈസിസിലേക്ക് കൊണ്ടുപോകും. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ തന്നെ, കോൺഗ്രസ് പാർട്ടിയെ തന്നെ അത് വലിയ പ്രശ്നത്തിലേക്ക്, പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കടുത്ത തീരുമാനമാകും അതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ രണ്ട് വഴികളാണ് ഈ ഹൈക്കമാൻഡിന് മുന്നിലുള്ളത്. ഒന്ന്, വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കുക, അതല്ലെങ്കിൽ വി.ഡി. സതീശനെ അനുനയിപ്പിച്ച് ഈ മന്ത്രിസഭയുടെ ഭാഗമാക്കുക. എന്തായാലും ഈ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആയി വി.ഡി. സതീശനെയും KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയെയും ഡൽഹിക്ക് വിളിപ്പിക്കും ഹൈക്കമാൻഡ് നേതൃത്വം. അവിടെ രാഹുൽ ഗാന്ധിയും ഖാർഗെയും അടക്കമുള്ള ആളുകൾ ഈ 3 പേരോടും സംസാരിച്ച് ഒരു തീരുമാനമുണ്ടാക്കും. ഞായറാഴ്ച വൈകിട്ടോടുകൂടി മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ പ്രഖ്യാപനം ഉണ്ടാകും. എന്തായാലും അതോടുകൂടി ഈ കോലാഹലങ്ങൾ അടങ്ങുമോ? അല്ല, അങ്ങനെയെങ്കിൽ സുനിൽ, ഈ മുഖ്യമന്ത്രി സ്ഥാനം വീതിച്ച് നൽകാൻ സാധ്യതയുണ്ടോ? 2.5 വർഷം ഒരാൾ ഭരിക്കട്ടെ, 2.5 വർഷം മറ്റൊരാൾ എന്ന തരത്തിൽ? അതും ഒരു ഫോർമുലയാണ്, വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാൻ കഴിയുന്ന ഒരു ഫോർമുലയാണ്. ആദ്യത്തെ 2.5 വർഷം ഒരാൾക്കും കൊടുത്ത് മറ്റ് 2.5 വർഷം മറ്റൊരാൾക്കും കൊടുക്കുക. പക്ഷേ KC വേണുഗോപാൽ അങ്ങനെ ആണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നതെങ്കിൽ അങ്ങനെ ഒരു ഫോർമുല ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം KC വേണുഗോപാൽ എന്തായാലും ഈ 2.5 വർഷക്കാലത്തേക്ക് ഒരു ലോക്സഭാ അംഗത്വം രാജിവെച്ച് ഒരു റിസ്ക് എടുത്ത് ബൈ ഇലക്ഷനിൽ മത്സരിച്ച് 2.5 വർഷക്കാലം എന്നൊരു കാലാവധിയിലേക്ക് അദ്ദേഹം ഇത് സമ്മതിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനിയിപ്പോൾ ചെന്നിത്തലയോ അതുപോലെ തന്നെ വി.ഡി. സതീശനെയോ മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇരുവർക്കും 2.5 വർഷം എന്ന കാലാവധി നൽകി അത് ഒരു ധാരണയുണ്ടാക്കി രണ്ടുപേരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാകുന്നതെങ്കിൽ വി.ഡി. സതീശന് പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് മന്ത്രിസ്ഥാനം നൽകുകയും അടുത്ത ഘട്ടത്തിൽ വി.ഡി. മുഖ്യമന്ത്രിയാകുമ്പോൾ അടുത്ത ആ മന്ത്രിസഭയിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ പിന്നീട് ആ മന്ത്രിസഭയിൽ മറ്റൊരു മന്ത്രിയാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് അങ്ങനെ ഒരു സ്വാഭാവികമായൊരു കാര്യം കൂടി ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ പ്രവചിക്കാൻ കഴിയില്ല. എന്തായാലും വി.ഡിയെ കൂടി അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മന്ത്രിസഭ ആദ്യം രൂപീകരിക്കുക എന്നതായിരിക്കും ഒരുപക്ഷെ മുമ്പിലുണ്ടാകുന്ന ഫോർമുല. ഇവിടെ സതീശൻ മുഖ്യമന്ത്രി ആയില്ല എങ്കിൽ വലിയ രോഷം അണികളുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയില്ലേ? കാരണം കണ്ണൂർ ഇരിട്ടിയിൽ സതീശനായി തെരുവിലിറങ്ങാൻ വരെ പ്രവർത്തകർ തയ്യാറെടുക്കുകയാണ്. വൈകിട്ട് ഒരു പ്രകടനത്തിന് തയ്യാറെടുക്കാനുള്ള സന്ദേശമടക്കം പ്രചരിക്കുന്നുണ്ട്. അത് ഇരിട്ടിയിൽ മാത്രമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ദിവ്യ. കാരണം സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും അത്തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകും. അത് പക്ഷേ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നൊരു തീരുമാനം ഉണ്ടായതിനു ശേഷം മാത്രമായിരിക്കും അത്ര വലിയൊരു പ്രതിഷേധത്തിലേക്ക് കേരളം അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് അണികൾ കടക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത് നമ്മൾ രാവിലെ തന്നെയൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അതായത് ഏതെങ്കിലും തരത്തിൽ വി.ഡി. സതീശനെ അക്സെപ്റ്റ് ചെയ്യാത്ത, വി.ഡി. സതീശനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് നേരത്തെ V.S. അച്യുതാനന്ദനെ സീറ്റ് നൽകാത്ത തരത്തിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ കേരള വ്യാപകമായി വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായ പ്രതിഷേധങ്ങൾക്ക്, അതിന് സമാനമായ പ്രക്ഷോഭങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അത് പൂർണ്ണമായി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട്
അതും കൂടിയൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഒരു തീരുമാനം ഉണ്ടാകുക. ഇന്നിപ്പോൾ ACC നിരീക്ഷകർ കേരളത്തിലുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ ജില്ലയുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല ജില്ലകളിലൊക്കെ ഈ 3 നേതാക്കൾക്കും വേണ്ടി പ്രകടനങ്ങളും ഫ്ലെക്സുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ്. ഒരുപക്ഷെ അന്തിമ തീരുമാനം ഉണ്ടായതിനു ശേഷമായിരിക്കും ഈ പ്രതിഷേധം എന്ന തരത്തിലേക്ക് ജനം വലിയ തോതിൽ തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാവുക എന്നാണ് കണക്കാക്കുക. എന്തായാലും അന്തിമ തീരുമാനം ഉടനുണ്ടാകുമെന്ന് കരുതാൻ കഴിയില്ല. നിയമസഭാ കക്ഷി യോഗത്തിലേക്ക് കടന്നതേയുള്ളൂ. MLA-മാരുടെ അഭിപ്രായം തേടണം, റിപ്പോർട്ട് ഹൈക്കമാൻഡിന് നൽകണം, അതിനുശേഷം ഒരു തീരുമാനത്തിൽ എത്തിച്ചേരണം. അത് ഈ ആഴ്ചയോടുകൂടി തന്നെ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. സുനിൽ ഐസക്കിലേക്ക് മടങ്ങിയെത്താം. ഇടവേള.